ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് ഈ 2025 വർഷക്കാലത്തെ 27 നക്ഷത്രങ്ങളുടെയും ശനി മാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങളുടെ വിവരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 12ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് 7.5 ശനി നമുക്ക് ഇവിടെ തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ 7.5 ശനി തുടങ്ങുന്നവർ ശനിയാഴ്ച തോറും നീരാഞ്ജനത്തിന് കൊടുക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്രദർശനം നടത്തുക, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവർക്ക് ഈ 7.5 ശനി 7.5 വർഷം നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ ഇപ്പോൾ പകരുന്നത് 12ാം ഭാവത്തിലേക്കാണ്. തൊഴിൽ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ആ തൊഴിൽ മാറ്റങ്ങൾ, തൊഴിലിൽ ഒരു തൃപ്തികരമില്ലായ്മ, ധനപരമായിട്ടുള്ള ഒരു വരുമാനക്കുറവ് പോലെ ഒരു തോന്നലുണ്ടാകുക, തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയ കാലഘട്ടമാണ് ഈ 12ലേക്ക് ശനി മാറുന്ന ഈ നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്കുള്ളത്. ഇനി അടുത്ത ഇടവക്കൂറ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതായത് ജനുവരി ഒരു ഈ മാർച്ച് മാസം 29ാം തീയതി കഴിയുന്നത് മുതലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശനി 11ലാണ്. അപ്പോൾ ആ ശനി 11ൽ വരുന്ന സമയം നമുക്ക് കണ്ടകശനി 10ലെ കണ്ടകശനി കഴിഞ്ഞ് വരും. നല്ല തൊഴിൽ കിട്ടും, സാമ്പത്തികമായിട്ടുള്ള മേന്മയുണ്ടാകും, തടസ്സങ്ങളൊക്കെ മാറി വരും, കുടുംബത്തിൽ വിജയസാധ്യത ഉണ്ടാകും, തൊഴിൽ മേഖലയിൽ വിജയം ഉണ്ടാകും, വിദ്യാർത്ഥി കാര്യങ്ങളിൽ വിജയമുണ്ടാകും, നല്ലൊരു തൊഴിൽ ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരുന്ന ഒരു സമയം കൂടി ആയിരിക്കും ഈ പറയുന്ന ശനി മാറ്റം നമുക്ക് പ്രാബല്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിൽ നമുക്ക് ഗുണകരമാകുന്നത്. മിഥുനക്കൂറ്. മകയിരം, അര, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ശനി മാറ്റം കണ്ടകശനി മാറ്റമായിട്ടാണ് മിഥുനക്കൂറുകാർക്ക് മാറുന്നത്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിൽ മേഖലയിലുള്ള മാറ്റങ്ങൾ, വിദേശ തൊഴിൽ അവസരങ്ങൾ, വിദേശത്ത് പോകാനുള്ള ആഗ്രഹ സാഫല്യം നമുക്ക് നടത്തിയെടുക്കാനുള്ള സമയം, അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റം ഉണ്ടാകും. എന്നാൽ ബിസിനസ് മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ചില ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരുമാന സാധ്യതകളിൽ ചില ചെറിയ മന്ദതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമായിട്ട് നമുക്കിപ്പോൾ ഈ മാറ്റം, ഈ ശനി മാറ്റം അവർക്ക് ഈ പറയുന്ന മകയിരം, അര, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കർക്കിടകക്കൂറ്. പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്ന ഒരു ശനിദോഷ കാലഘട്ടം മാറി വരുന്ന ഒരു സമയ കാലഘട്ടമാണ്. അവിടെ നമുക്ക് തൊഴിൽ മേഖലയിൽ വിജയം, മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും വിജയം, ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു തൃപ്തി, വിദേശ യാത്രകൾ, വിദേശത്ത് നല്ല തൊഴിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ മറ്റ് ദേശങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു നല്ലൊരു മാറ്റം, വരുമാന മാർഗം, സന്തോഷകരമായിട്ടുള്ള കുറേ നല്ല ദിവസങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ മാറുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാടൊരു മാറ്റത്തിന് സാധ്യത, ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾക്കും വിജയം, ഉള്ളിലുള്ള ഒരു ഭയമൊക്കെ നമുക്ക് മാറി വരും, തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങൾ മാറി വരും, വിവാഹാദി കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറി വരും. പൊതുവെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു മന്ദതയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്കിപ്പോൾ ഒരു വിജയകരമായി തോന്നാനും വിജയകരമായി മാറാനും ഉള്ള സമയ കാലഘട്ടമാണ് ഇപ്പോഴത്തെ ഈ ശനി മാറ്റം നമുക്ക് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഫലത്തിൽ വരുന്നത്. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിലേക്കാണ്
പകർന്നിരിക്കുന്നത്. അതായത് കണ്ടകശനിയിൽ നിന്ന് മാറി അഷ്ടമത്തിലേക്ക് വരുന്ന, അഷ്ടമശനിയായി വരുന്ന ഒരു സമയമാണ്. അവിടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം. കലഹപ്രവണത നമ്മളത് ഒഴിവാക്കി മുന്നോട്ട് പോകണം. സാഹസിക പ്രവൃത്തികൾ പാടില്ല. അമിതമായി പണം മുടക്കി ഒരു കാര്യം ചെയ്യാൻ പോകരുത്. പണം കടം കൊടുക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ വളരെയധികം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിലോ അസമയങ്ങളിലോ ഒക്കെ പണവുമായിട്ടൊക്കെയുള്ള സഞ്ചാരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കുന്ന കാര്യങ്ങൾ, പണം കടം കൊടുക്കുന്നത്, നമ്മൾ പഠിക്കാതെ പോയി പരീക്ഷ എഴുതുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ കുടുംബത്തിലെ മുതിർന്നവരുമായി തർക്ക വിഷയങ്ങൾക്ക് നിൽക്കരുത്. അതുപോലെ അധികാരി വർഗ്ഗങ്ങളുമായിട്ടൊന്നും തർക്ക വിഷയത്തിന് നിൽക്കരുത്. കേസ് വഴക്കുകളിൽ നിന്നൊക്കെ നൈസായിട്ട് ഒഴിവായി പോകാനുള്ള ശ്രമം ഈ കൂറുകാർ നടത്തണം. അല്ലെങ്കിൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാർക്ക് കണ്ടകശനി സമയമാണ് ഈ ശനിമാറ്റം. അപ്പോൾ കണ്ടകശനി സമയം എന്ന് പറയുമ്പോൾ 7ാം ഭാവത്തിലാണ് കണ്ടകശനി എന്ന് പറയുന്നത്. നമ്മൾ യാതൊരുവിധ ആൾക്കാരുമായും നമ്മൾ ഒത്തുപോകാതിരിക്കും. ചേർച്ച കുറവായിരിക്കും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. തർക്ക വിഷയങ്ങൾ ഉണ്ടാകാം. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. വിവാഹം നടത്തി വെച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ തയ്യാറായി വെച്ചിരുന്ന വിവാഹത്തിന് അനുകൂലമായിരുന്ന കാര്യങ്ങൾ വരെ ചിലപ്പോൾ നമുക്ക് അതൊരു മന്ദഗതിയിലേക്ക് പോകാം. പണമിടപാടുകളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാം. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കണ്ടകശനിയാണ്. ശനിയാഴ്ച ദിവസം നീരാഞ്ജനത്തിന് കൊടുക്കുക. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. തുലാക്കൂറ, ചിത്തിര, അര, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാർക്ക് ഈ ശനി മാറ്റം ധൈര്യത്തിൻ്റെ ഒരു നല്ല മാറ്റം വരും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി മാറ്റം നമുക്ക് വലിയ ദോഷങ്ങളുമില്ല, എന്നാൽ വലിയ നേട്ടങ്ങളും നമുക്കിവിടെ സമ്മാനിക്കുന്നില്ല. കാരണം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനസികമായിട്ടുള്ള ചില ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് ഈ ശനി മാറ്റം നമുക്ക് സാധ്യത വരുന്നുണ്ട്. പക്ഷേ കണ്ടകശനി നമുക്ക് പൂർണ്ണമായിട്ട് മാറി വരുന്നുണ്ട്. അത് 5ാം ഭാവത്തിലേക്കാകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഇനി വരുന്ന ഈ ശനി 2.5 വർഷ കാലഘട്ടം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും മന്ദത അനുഭവപ്പെടും. പ്ലാനുകളൊന്നും നടക്കാതെ പോകും. അല്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്യുന്ന കാലഘട്ടങ്ങളൊക്കെ വളരെയധികം കൂടി കാലഘട്ടം കൂടിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം നീരാഞ്ജനത്തിന് കൊടുക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കാലതടസ്സം ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ധനുക്കൂറ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി മാറ്റം കണ്ടകശനിയാണ്. എന്നാൽ ഇവർക്ക് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. ദൂരദേശ യാത്രകൾ ഗുണപ്രദമായിരിക്കും. വിദേശത്തൊക്കെ പോയി സെറ്റിലാവണം, അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി സെറ്റിലാവണം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി സെറ്റിലാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായിട്ടും നല്ലതുപോലെ ശ്രമിച്ചുകൊടുക്കുക. കാര്യസാധ്യത ഉണ്ടാകും. എന്നാൽ നാട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങൾക്കും തടസ്സങ്ങൾക്കും സ്ഥലം മാറ്റത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഈ മേൽ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഉത്രാട, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാർക്ക് ശനി 3ാം ഭാവത്തിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 3ാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ നല്ല ബല ക്ഷേത്രമാണ്. 3ാം ഭാവത്തിൽ ശനിക്ക് വളരെയധികം ബലമുണ്ട്. വ്യാഴൻ്റെ ക്ഷേത്രത്തിൽ കൂടിയാണ്. അപ്പോൾ ഈശ്വരാധീനം, അതായത് ആ ഒരു പല കാര്യങ്ങൾക്ക് നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തടസ്സം മാറി മുന്നോട്ട് നീങ്ങും. സഹോദര ഗുണമുണ്ടാകും. കുടുംബ വസ്തുക്കളൊക്കെ ലഭിക്കും. ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാടുണ്ടാകും. പ്രവർത്തന മേഖലകളിലൊക്കെ വിജയമുണ്ടാകും. ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ ശനി മാറ്റം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടമാണ്. അവിട്ടം, അര, ചതയം, പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന
കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ ശനി മാറിയതിൻ്റെ ഏറ്റവും വലിയ നല്ല ഒരു ആശ്വാസം ലഭിക്കും. അതായത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞിരുന്നതിൻ്റെ, തടസ്സപ്പെട്ടിരുന്നതിൻ്റെ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായതിൻ്റെയൊക്കെ ഒരു നല്ലൊരു മാറ്റം ഈ ഒരു മാർച്ച് 29 കഴിയുന്നതോടുകൂടി ആ ഒരു ശനിമാറ്റം നമുക്ക് പ്രകടമായി വരും. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക്, സാമ്പത്തിക മാന്ദ്യതയ്ക്ക് സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കുടുംബാംഗങ്ങളുമായി തർക്ക വിഷയങ്ങൾക്കൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശനി നമ്മളെ ഒട്ടുമുക്കാലും നമ്മളെ വിട്ടുപോയിട്ടില്ല, കുറച്ച് നമ്മളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ക്ഷേത്രാധിപത്യം വഹിച്ചിരിക്കുന്ന കൂറുകാരായതുകൊണ്ട് അവർക്ക് വലിയ ദോഷം ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാലും കുറച്ച് സമയം കൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വന്ന് നല്ല രീതിയിൽ വരുന്ന ഒരു സമയം. എന്തായിരുന്നാലും ജന്മത്തിൽ ശനി മാറുന്നത് തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർ, ഈ മീനക്കൂറുകാർക്ക് ശനി വളരെയധികം മോശപ്പെട്ട ഒരു സമയ കാലഘട്ടമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, രോഗാവസ്ഥകളിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെയധികം അബദ്ധങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ഒക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ശനിമാറ്റ കാലഘട്ടമാണ്. അതുപോലെ 7ാം ഭാവത്തിൽ കേതു നിലനിൽക്കുന്നുണ്ട്. കുടുംബത്തിലെ പാർട്ട്ണർമാർക്ക്, ഭാര്യയൊക്കെ ആണെങ്കിൽ ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്കോ ഒക്കെ ആക്സിഡൻറ്റുകൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ശനിയാഴ്ച ദിവസം ശനീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, നവഗ്രഹ അർച്ചനയ്ക്ക് കൊടുക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ ഈ 2.5 വർഷക്കാലം ഈ പറഞ്ഞ കൂറ് നാളുകാരെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.